Good morning from us to yours. Hello everyone, welcome back to my channel. എൻ്റെ പേര് മേഘ ആൻഡ് ഇതെൻ്റെ ബേബി സൂക്കി. ഞങ്ങൾ രണ്ടുപേരും എണീച്ചിട്ട് ഇതാ സൂക്കി കുട്ടിക്ക് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ബെല്ലി സ്ക്രാച്ചസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ അപ്പോൾ അതാ ഇങ്ങനെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം സൂക്കി ഇങ്ങനെ വന്ന് ഓമനിച്ച് സ്നേഹിച്ചൊക്കെ കിടക്കുന്ന ഒരു ടൈമാണ്. എനിക്ക് ഭയങ്കര ഫേവററ്റ് ടൈമാണ് കേട്ടോ ഇത്. ഞാൻ ഉറങ്ങി എണീക്കുമ്പം തന്നെ ഇത്രയ്ക്ക് സ്നേഹവും ഇത്രയ്ക്ക് ഇടിയും പിടിയും ഒക്കെ കിട്ടുന്നത് തന്നെ എനിക്കൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ നമ്മളുടെ മോർണിംഗ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഏർലി ആയിട്ടാണ്. ഒരു 6 അല്ലെങ്കിൽ 5:30 ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിന് ശേഷം ഇവരെ പുറത്തൊക്കെ വിട്ടതിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും ഒന്നും കൂടി വന്നൊന്ന് ഉറങ്ങും. അതിനൊക്കെ ശേഷമാണ് നമ്മളുടെ സെക്കൻഡ് ഉറക്കമെണീക്കൽ നടക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആവും കേട്ടോ. ഇതൊരു 9 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും പൂരി ബജിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചായ എല്ലാം റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ നല്ല പൂരി ബജിയും ചായയൊക്കെ കുടിച്ച് ടി വി ഒക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ മോർണിംഗ്സ് ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ പോവാറ്. നമ്മൾ നല്ല ഏർലി ആയിട്ട് എണീക്കും, പിന്നെ ഉറങ്ങും, പിന്നെ എണീക്കും, പിന്നെ അങ്ങനെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താ പറയുക മെല്ലെ പ്രിപ്പയർ ചെയ്ത് മെല്ലെ കഴിച്ച് അങ്ങനെ. മോർണിംഗിൽ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് തിങ്സ് എന്താണ് കാണുക എന്നുള്ളത് ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ കാണുക എന്നുള്ളതൊന്നും അറിയുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഏതാണ്ട് മദർ ഇൻ ലോൻ്റെ നമ്മളിവിടുത്തെ ക്യാറ്റാണ് ഗോനുകുട്ടൻ്റെ രാവിലത്തെ ഒരു ഉറക്കം കഴിഞ്ഞ്. ഗോനു ഞങ്ങളെക്കാട്ട് മുന്നേ എൻ്റെ മദർ ഇൻ ലോനെ എണീപ്പിക്കും കേട്ടോ. നമ്മളൊക്കെ എണീക്കുന്നതിന് മുന്നേ ഗോനു 4 o'clock 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ എണീപ്പിച്ച് 5-5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഗോനു പുറത്ത് നടക്കാൻ തുടങ്ങും. അപ്പം ഞങ്ങളുടെ മോർണിംഗ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനെയാണ്, സ്ലോ ആൻഡ് ചിൽ. ആൻഡ് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, അവൻ ഞാനിവിടെ വെറുതെ കാഴ്ചയെ നോക്കിയിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു ഏരിയ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ഹൗസ് പ്ലാന്റ് വെച്ചതിന് ശേഷം ആൻഡ് ഇത് രാവിലെ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, പച്ചക്കറി വിത്ത്. അപ്പോൾ അത് രാവിലെയും വൈകുന്നേരവും നനയ്ക്കണം. എന്താ വെച്ചാൽ നല്ല ചൂടാണ് ഇവിടെ ഈ ഒരു സമയത്ത്. ഈവൻ ദോ ഇപ്പം നമ്മൾ സമ്മറിലേക്കൊന്നും കടന്നിട്ടില്ലെങ്കിൽ തന്നെ നല്ല ചൂടുണ്ട്, നല്ല ഡയറക്റ്റ് സൺലൈറ്റാണ് അടിക്കുക. അപ്പം ഞാൻ രാവിലെയും കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും, വൈകുന്നേരം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും. അപ്പോൾ ഞാനെപ്പോഴും ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് വെള്ളം ഒഴിക്കാറുള്ളൂ. എനിക്ക് ഹോസിൽ നനയ്ക്കുന്നത് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ കുറച്ചും കൂടി ഇഷ്ടം ബക്കറ്റിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്താ പറയുക വേണ്ട ചെടികൾക്ക് മാത്രം വെള്ളം കൊടുക്കുക, അങ്ങനത്തെ ഒരു റുട്ടീനിലേക്ക് ഞാൻ കടന്നുപോയി. അപ്പം അത് ടഫറല്ലേ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്, ഹോസ് എടുത്ത് നനച്ചൂടെ എന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. കുറച്ച് കൂടുതൽ ടൈം ഓരോ പ്ലാന്റിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന പോലെ തോന്നും. മന്തിൻ്റെ ഒരു ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ എനിക്ക് എന്നെ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചീസ് കേക്കും ഒരു ബ്രൂക്കിയും ഡോ പോട്ട് എന്ന് പറഞ്ഞ ഒരു ഹോം ബേക്കറിൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. ഈ ചീസ് കേക്ക് വാസ് സോ യമ്മി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ടെക്സ്ചറൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒന്നും ബാഡായിട്ട് പറയാനില്ല. ആൻഡ് നമ്മൾ അതിൻ്റെയൊക്കെ കൂടെ തന്നെ കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ എങ്ങനെ ഇത് ക്ലീൻ ചെയ്തെടുക്കണം, ആൻഡ് ഇതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സൊക്കെ കുറച്ചൊക്കെ കുളമായി. ബിക്കോസ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഇറ്റാലിയൻ ഡിഷ് ഉണ്ടാക്കാനായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ നമ്മളെ കല്ലുമ്മക്കായ റോസ്റ്റ് തന്നെ ഉണ്ടാക്കി കേട്ടോ. നോർമൽ സാധനം തന്നെ ഉണ്ടാക്കി. അത് എന്താ വെച്ചാൽ മറ്റേതാവുമ്പോഴത്തേക്ക് കുറേയും കൂടി ക്ലീനർ ആവണം എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞാനും ഗോനു ഇതാ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഫാനൊക്കെ ഇട്ടിട്ട്. രാവിലെ നല്ല ഹെവിയെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ ഒരു 6 മണിയായി, ഇപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അതും കഴിഞ്ഞ് ഡിന്നർ വളരെ കുറച്ച് കഴിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനത്തെ ഒരു രീതി ഓഫ് ഡയറ്റാണ് ഇപ്പോൾ. പക്ഷേ ഡയറ്റിന് പറ്റിയ സാധനങ്ങളൊന്നുമല്ല. കോഫി ചിക്കനാണത്. ഇത് നമ്മൾ മീൽ പ്രപ്പ് ചെയ്ത് വെച്ചതാണ്. അത് ജസ്റ്റ് ഗ്രില്ല് ചെയ്ത് അതിന് മുകളിൽ ചീസ് ഇട്ട്, എന്തെങ്കിലും ചെഡാർ ചീസ് ഇട്ട് ദാറ്റ്സ് ഇറ്റ്. പിന്നെ വി ഹാവ്
ഇത് ഇതും ബ്രോത്ത്, ഇതിൻ്റെ ഈ വെള്ളം ഉണ്ടല്ലോ, ആ ബ്രോത്തും നമ്മൾ മീൻ ഫ്രൈ ചെയ്തതാണ്. അതിൻ്റെ മുകളിൽ മുരിങ്ങ ലീഫ് ഇട്ടത്, പിന്നെ ഉപ്പിട്ടു. ദാറ്റ്സ് ഇറ്റ്. ചക്ക ഉണ്ട് കേട്ടോ. ഇത് പഴുത്തിട്ടുണ്ട്, പക്ഷേ ഇനി നല്ല മണമൊക്കെ ഉണ്ട്. പക്ഷെ ചിലപ്പോഴേ ഇന്ന് രാത്രി ഇതാക്കുള്ളൂ, അല്ലെങ്കിൽ നാളെ കിട്ടും. എന്നിട്ട് രാത്രി കുറച്ച് ചക്ക വെറുതെ കഴിക്കുക, പിന്നെ ചക്ക അട ആക്കുക, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മളെ തുമ്പ് ചക്ക കഴിക്കാം. ജുഗിനി കഴിക്കാം, ജുഗിനി. ഓ തുമ്പിക്കുട്ടി, തുമ്പാച്ചി. ശരിക്കും ഇപ്പോഴത്തെ ഐപാഡ് കിഡ്സ് എന്നൊക്കെ കുട്ടികളെയൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും എനിക്ക് തോന്നും നമ്മളെ ജനറേഷൻ മോസ്റ്റ് ഓഫ് ആൾക്കാർ ടി വി കിഡ്സാണ്. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ടി വി വെച്ച് ടി വിയിൽ എന്തെങ്കിലും ഒന്ന് ഷോ ഓൺ ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുക. അതുവരെ നമ്മൾ ഇൻഡിസിറ്റീവായിട്ട് എന്ത് കാണുമെന്ന് വിചാരിക്കും. അപ്പോൾ അത് ഒരു മോശം സ്വഭാവമാണ്. പക്ഷേ എന്താ പറയുക, ദാറ്റ് ഈസ് സംതിങ് ദറ്റ് നമ്മൾ ആക്റ്റീവ്ലി എന്താ പറയുക, നിർത്താൻ നോക്കാത്ത ഒരു സ്വഭാവം. ഈ ടൈമിൽ എന്താ കാണുക മീസായോ ഇല്ല അല്ലേ കാണാൻ. സായോന്, ദാറ്റ് ഈസ് എൻ്റെ ഹസ്ബൻഡിന്, ഇനി കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ ഏറ്റെടുത്തു. അപ്പോൾ പാത്രം കഴുകി എല്ലാം റെഡിയാക്കി. എന്നിട്ട് പിന്നെ വി ഹാഡ് ടു ഗോ ഔട്ട്. ഇത് ഭാരത് ബന്ദിൻ്റെ തലേ ദിവസമാണ്. അപ്പം സാധനങ്ങളൊക്കെ പോയി മേടിക്കണമല്ലോ. ബന്ദൊക്കെ ആയിരുന്നെങ്കിലും സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടൊക്കെ ആക്റ്റീവ്ലി റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈവൻ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കായിരുന്നു. എന്താ ഓക്കെ മറന്നേ. നമ്മൾ പച്ചക്കറി, അതുപോലെ പാല്, തൈര്, അതൊക്കെ നമ്മളൊരു സാധാരണ പോകുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ചു. പിന്നെ നമ്മൾ ലുലുവിൽ പോയി. അതിൻ്റെ മെയിൻ കാരണം എന്തായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സ്നാക്സ് പോലെ മേടിച്ച് വെക്കാനൊക്കെ ആയിരുന്നു പോയത്. അപ്പോൾ അതൊക്കെ മേടിച്ചു. ഹൽദിറാമിൻ്റെ 2 ടൈപ്പ് സ്നാക്സ്, ഒരു ബിസ്ക്കറ്റ്, ഒരു ഇൻഡോമി, പിന്നെ പാല് പിന്നെ എക്സ്ട്രാ മേടിച്ചു. കുറച്ച് സോഡ ഒക്കെ, നല്ല ചൂടാണല്ലോ. അപ്പോൾ ഇതൊക്കെ മേടിച്ചത് ലുലു പോയിട്ടാണ്. അതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഞാൻ ചക്ക നന്നാക്കുക കേട്ടോ. ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിൽ ആഡ് ചെയ്തേക്കാന്ന്. ബിക്കോസ് ബന്ദിൻ്റെ ഡേ മോർണിംഗ് ഞാൻ എന്തായാലും ചക്കേൻ്റെ ഇത് തുറന്ന് നോക്കാം. എനിക്ക് ചക്ക നല്ലോണം കൊതിയാവാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ചക്ക കണ്ടോ, ഡിഫോംഡ് ചക്കയാണ്. ഇത് വിയറ്റ്നാം ഏർലി ടൈപ്പിൽ വരുന്ന ചക്കയാണ്. ഞാൻ കത്തിയിലൊക്കെ എണ്ണയാക്കി, എൻ്റെ കയ്യിൽ എണ്ണയാക്കി, എന്നിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക, പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കത്തിക്ക് വലിയ മൂർച്ചയില്ല, അപ്പം അതുകൊണ്ട് കുറച്ച് കൂടുതൽ പ്രഷർ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തതാണ്. ഞാൻ വളരെ മെല്ലെയാണ് ഇത് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, ഇതുണ്ടായ വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ ഇനിയും കുറച്ചും കൂടി ചക്കകൾ ഇങ്ങനത്തെ ഡിഫോമേഷൻ ഒന്നും ഇല്ലാണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിനി അതാണ് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത്. ബിക്കോസ് ഇതിനകത്ത് കണ്ടോ, കൂടുതൽ ആ നടുഭാഗത്ത് ഇതും വളരെ കുറച്ച് ഫ്രൂട്ടും ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമമായി. പക്ഷേ ദാറ്റ്സ് ഓക്കെ. നമ്മൾ ഈ വീട്ടിൽ ഓവർ പെർഫോം ചെയ്യണമെന്നില്ല. എല്ലാ രീതിയിലുള്ള പെർഫോമൻസസും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചക്ക കുറച്ച് അണ്ടർ പെർഫോം ചെയ്തൊരു ചക്ക ആയിരുന്നെങ്കിൽ തന്നെയും ഈ കൊല്ലത്തെ ഫസ്റ്റ് ചക്കയാണ് ആ പ്ലാവിലുണ്ടായത്. ലാസ്റ്റ് ഇയറും ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നു വിയറ്റ്നാം സൂപ്പർ ഏർലി. അത് 2ാമത്തെ കൊല്ലത്താണ് ആദ്യമായിട്ടുണ്ടായത്. ഇതിപ്പോൾ 3ാമത്തെ കൊല്ലമാണ്. പക്ഷെ എന്നാൽ തന്നെയും നല്ല ടേസ്റ്റുള്ള ഒരു ചക്ക തന്നെയാണ് കേട്ടോ. ഈവൻ ദോ കുറച്ച് കിട്ടിയുള്ളെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് സ്റ്റേജിലാണ് ഞാനത് പറിച്ച് വെച്ചത്. അല്ലാണ്ട് മറ്റേ ഒരു സ്റ്റേജില്ലേ, ഭയങ്കര പ്ലിക്ക് എനിക്ക് ആ ഒരു ലെവലിൽ അത്രയ്ക്ക് അങ്ങോട്ട് മധുരവും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിലായിരുന്നു ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനിത് എന്തൊക്കെയോ ചെയ്യുന്നതിനിടയിൽ ഞാൻ എണ്ണ ഇട്ട് വെച്ച പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഈ ചക്കേൻ്റെ ഇത് പോയി. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. ഞാൻ ചടത്തിന് ഇരിക്കട്ടെ, ലാസ്റ്റ് എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് മാറ്റിയിടാമെന്ന് വിചാരിച്ചു. ഈ ചക്ക മുറിക്കുന്നതും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ
ചെയ്യുന്നതെന്ന്. അല്ല, ഇങ്ങനെ മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഈസി ആയിരുന്നു, ബിക്കോസ് അത് ഭയങ്കര പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പഴുക്കാത്തത് കൊണ്ട് ഇതിന് കുറച്ചൊരു ടഫാണ്. ഈ ഒരു സ്റ്റേജിൽ ഞാനിതിനെ കിച്ചണിൻ്റെ കൗണ്ടറിൽ കൊണ്ടുവച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ചെയ്യാം എന്ന് വിചാരിച്ചു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആൻഡ് ചമ്മന്തിയാണ്. ഇത്ര നേരം കൊണ്ട് ഞാൻ ഇത്രയാണ് ക്ലീൻ ചെയ്തെടുത്തത്. ഇത് രാവിലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനേ ഉണ്ടാവുള്ളൂ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഈ താഴത്തെ ഭാഗത്ത് കുറച്ചുകൂടിയൊക്കെ ഉണ്ടാവുന്നു, പക്ഷേ ഇല്ല, തീരെയില്ല. ഇവിടെയൊക്കെ കുറച്ച് കുറച്ചേ ഉള്ളൂ. ലെറ്റ്സ് സീ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിക്കാൻ വെക്കുക, ബാക്കി ചക്ക അട ഉണ്ടാക്കുക എന്നൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് പ്യൂരയൊക്കെ ഫ്രീസ് ചെയ്യാന്നൊക്കെ. പക്ഷേ ഈ ഒരു ചക്ക കൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നില്ല നടക്കുന്നത്. ഈ പ്ലാവിൽ തന്നെ ഈ വിയറ്റ്നാം സൂപ്പർ ഏർലി ഇപ്പം ഞാനിത് പറിച്ചതിൽ തന്നെ ഇനിയും ഉണ്ട്. അത് ആയി വരുന്നുള്ളൂ. അത് എന്തായാലും ഇനി അടുത്ത മാസമൊക്കെ കഴിയും. അപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം പണി നടക്കുന്നത് കൊണ്ടാണ് അവിടുത്തെ വരിക്കച്ചക്ക കിട്ടാത്തത്. അവിടെ എന്നാലും വരിക്കച്ചക്ക എത്ര പണീൻ്റെ ഇടയിലും അത് കഷ്ടപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് പണിക്കാരൊക്കെ എടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്താവും എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ വലിയൊരു എന്താ പറയുക ഹോപ്പ് വെക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു, ഞാൻ ചെറുതാവുന്ന സമയത്ത് എനിക്ക് ചക്ക ഒന്നോ രണ്ടോ പീസൊക്കെ കഴിക്കുക എന്നല്ലാണ്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സാധനമല്ലായിരുന്നു. എനിക്ക് ചക്ക പുഴുക്ക് ഇഷ്ടമാണ്, പക്ഷെ അതല്ലാത്ത പക്ഷം എനിക്ക് വലിയൊരു പഴുത്ത ചക്കേനോടൊരു ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ചക്കയൊന്നും കഴിക്കാണ്ട് കഴിക്കുമ്പം അല്ലെങ്കിൽ കിട്ടാണ്ട് കഴിക്കുമ്പം അതിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ നിറച്ച് പല ടൈപ്പ് ചക്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, ആ സമയത്ത് ഒരു വിലയില്ലാത്തതുകൊണ്ട് ഞാൻ വലിയൊരു ഇൻട്രസ്റ്റ് അതിൽ കാണിക്കാറില്ല. പക്ഷേ എനിക്ക് ചക്ക എന്തായാലും പറയാം, ചക്ക വരട്ടിയാക്കിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അത് ഒബ്സസ് ചെയ്ത് കഴിച്ചിട്ട് എനിക്ക് ഫുഡ് പോയ്സണിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാത്ത പക്ഷം വെറുതെ ഇത് കഴിക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു ഇതില്ല കേട്ടോ. ശരിക്കും ഈ വീഡിയോസിലൊക്കെ ആണല്ലേ ചില പുറത്തൊക്കെ ഉള്ള അതുപോലെ വരുന്നുണ്ട് ഇതിൻ്റെ ഈ സംഭവം. നമ്മളെ നാട്ടിലെ ചക്കയ്ക്ക് ഇവിടെ കുറച്ചും കൂടി കട്ടി ഉണ്ടാവുമല്ലോ, ഇത് ഭയങ്കര കട്ടി കുറവാണ്. അതിപ്പോൾ നമ്മളെ ഇവിടുത്തെ പ്ലാവിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. പക്ഷേ ഇത് പെർഫെക്റ്റ് പാകമാണ്. മധുരമുണ്ട്, നല്ല ചക്കേൻ്റെ ഒരു നല്ല മണവും ഒക്കെ ഉണ്ട്. എന്നാൽ നല്ല ഫ്ലേവർ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് ഒരു സമയത്താണ് ഞാൻ എടുത്തത് എന്ന് പറഞ്ഞാൽ മധുരം ഉണ്ടാവും, പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് ഇങ്ങനെ പ്ലിക്കുന്നാവാത്ത ഒരു ടൈമിലാണ് ഇപ്പം എടുത്തത്. ഒരു പ്രോ ടിപ്പ് ഫ്രം ഒരു ചെറിയൊരു കർഷക ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചക്ക എങ്ങനെ ആയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ചക്ക ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ അതൊരു ഹോളോ ആയിട്ടുള്ള പോലത്തെ ഒരു ഒച്ച ഉണ്ടാവുക. അത് നമുക്ക് വേറൊരു ചക്ക കൂടി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, കുറച്ച് പച്ച ചക്ക കമ്പയർ ചെയ്യുമ്പം അതിൽ കുറച്ചുകൂടി എന്താ പറയുക ഒരു വോളിൽ ഇതിങ്ങനെ ആക്കുന്ന പോലെ ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ മുകളിലാക്കുമ്പം കണ്ടോ ഡിഫറൻസ്, ഇങ്ങനെ ഒരു ഹോളോ സൗണ്ട് ഉണ്ടാവുക. ഒരു കുറച്ചെണ്ണമെങ്കിലും എടുത്തിട്ട് എനിക്ക് ചക്കയുടെ ഉണ്ടാക്കണം എന്നുണ്ട്. എനിക്ക് എൻ്റെ അനിയന് കൊണ്ട് കൊടുക്കാനും. അതല്ലാത്ത ആഗ്രഹങ്ങളൊന്നും എന്തായാലും ഇപ്പം നടക്കുന്നുണ്ടാവില്ല. അത് നമുക്ക് ബാക്കി ചക്കകളിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ചക്ക സീസൺ ആയിട്ടുണ്ടെങ്കിൽ എനിക്കെപ്പോഴും സർപ്രൈസിങ് ആവും. എനിക്ക് എല്ലാ സ്ഥലത്തും മേടിക്കാനുള്ള ചക്ക കുറേ വെച്ച് കണ്ടാൽ തന്നെയും അതൊന്നും വാങ്ങിക്കാൻ തോന്നാറില്ല. അതൊക്കെ ഒരു സാഡ് ലുക്കിംഗ് ചക്കകളായിട്ട് തോന്നും. ഇവിടെ പുല്ല് വെട്ടുന്ന ആൾ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒച്ച എന്തായാലും ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞതൊക്കെ വേസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇഡ്ഡലി കഴിച്ചതിന് ശേഷം നല്ല സുഖമായി കുറച്ച് TV ഒക്കെ കണ്ടിരുന്ന് കഴിക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് ഇങ്ങനെ കുറച്ചെണ്ണം ആക്കി വയ്ക്കുന്നത്. പക്ഷേ എത്ര നേരം ചെയ്തിട്ട് ഇത്രയും ആയുള്ളൂ. ഇനിയും ചെയ്യാനുണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ ചെയ്യില്ല കേട്ടോ. വേറെ ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവം എന്താണെന്നറിയോ, ഈ ചക്കയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു
പശയില്ല, ആ ഒരു ഇങ്ങനെ സ്റ്റിക്കിനെസ് ഉണ്ടാവില്ല, വെള്ളം അത് അത്രയ്ക്കില്ല, അതിൽ കുറവാണത്. അതും ഈ പ്ലാവിൻ്റെ പ്രശ്നമാണോ അതോ ശരിക്കും എല്ലാ വിയറ്റ്നാം സൂപ്പർവലി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇഡ്ഡലി ആൻഡ് ചട്നി. ചായ ഞാനായിട്ട് വെക്കുന്നില്ല, ചായ എനിക്കും ഇഷ്ടം എൻ്റെ ഹസ്ബൻഡ് വെക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ തേങ്ങ വലിക്കുന്നൊരു ചേട്ടൻ ഈ വഴി പോകുന്ന കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തുറക്കാൻ നോക്കിയപ്പം ഞങ്ങൾ എണീക്കാൻ ലേറ്റ് ആകുമ്പം എൻ്റെ മദറിലോ പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ ഭാഗത്ത് കൂടെ ഇറങ്ങിയിട്ട് തുറക്കും. അപ്പോൾ ഞാൻ തുറക്കാൻ നോക്കുമ്പോൾ അത് പൂട്ടിയിരിക്കുക. അപ്പോഴാണെങ്കിൽ ആ ചേട്ടൻ അവിടെ എത്തി. അപ്പം നോ തേങ്ങ വലി ഫനാവും. അപ്പോൾ ഇവിടെ തേങ്ങ വലിക്കാനൊന്നും ആരുമില്ല, ആ ഒരു ചാൻസ് പോയി. ഗോനക്കുട്ടി എൻ്റെ കൂടെ ഒന്നും ഫുഡ് കഴിക്കാനുള്ള ഗോനക്കുട്ടിയാ കുട്ടി ഗുണു സീറ്റാകെ കാലുകെ പാനാകെ ഗുണുൻ്റെ പിങ്ക് പാഷ് മൂക്ക് പിങ്ക് അളന്നു. ടി വി ആണ് ചേട്ടാ. ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ ബുക്സൊക്കെ എവിടെ വെക്കുമെന്ന് വിചാരിച്ചപ്പം ഈ ടി വി സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഫുൾ എൻ്റെ ബുക്സ് നിറച്ച് വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ചെടി ചൈന ഡോള്, ഇത് നമ്മൾ എന്താ പറയുക മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രോബ്ലം ആവുന്ന ചെടിയാണ് ഈ ചൈന ഡോൾ. അപ്പോൾ ചട്ടിയിലുള്ളതിനെ ഉള്ളിൽ കൊണ്ടുവച്ചു. അപ്പം ഈ ഒരു ഏരിയ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഒരു 3 o'clock ടൈമിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു PR പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നല്ല ലുക്ക് ഫോർവേഡ് ചെയ്ത ഒരു PR പാക്കേജാണ്. ഇത് ലവ് ചൈൽഡ് ബൈ മസാബേൻ്റെ ഏകദേശം എല്ലാ പുതിയ ലോഞ്ചസും എനിക്ക് അയക്കാറുണ്ട്. ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ബ്രാൻഡിനോട് ഓർ ദ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ആയിട്ടുള്ള പേഴ്സണിനോട്. അപ്പം എസ്പെഷ്യലി മലയാളത്തിൽ കണ്ടൻറ് ഉണ്ടാക്കുമ്പം അവർക്കത് എന്തോ ഒരു പ്ലസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ദേ ഡു സെൻഡ് മീ ഓൾ ഓഫ്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ശരിക്കും എന്നെ പോലുള്ള ഒരാൾക്ക് വളരെ നെസസറി ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പോൾ ഈ വീഡിയോയിൽ എന്നെ നോക്കുക, ഞാൻ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ലിപ് ഗ്ലോസോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിലെങ്ങനെ ഉറക്കം തൂങ്ങി നടക്കുന്നോ അതേപോലെ തന്നെയാണ് ഞാൻ ഇതിലും ഉള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു മെന ഉണ്ടാവാൻ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്ന്. അപ്പം ദിസ് ഈസ് റിയലി ഹാൻഡി. ആൾക്കാർ കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എനിക്കറിയാലോ. പൊട്ട ഇതിൻ്റെ ഉള്ളിലും കുറേ കുരുണ്ട് കേട്ടോ. എടുത്ത് ശരിയാ കുരുവിടെ പോയി. നോക്കാം. പരിപ്പ് ചക്കക്കുരും കഴിക്കണ്ടേ? ചക്കക്കുരും മുരിങ്ങയും ചമ്മന്തിയോ? ഇതായിരുന്നു ഞാൻ ടോപ്പോട്ടിൽ നിന്ന് വാങ്ങിച്ച ബ്രൂക്കി, ദാറ്റ് ഈസ് ബ്രൗണി ആൻഡ് കുക്കിൻ്റെ ഒരു കോംബോ വിച്ച് ഈസ് റിയലി ടേസ്റ്റി. ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ദാറ്റ് വാസ് ഇറ്റ് ഫോർ ഇന്നത്തെ വീഡിയോ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഇഫ് യു വാച്ച്ഡ്. ഞാൻ അല്ലാണ്ട് വേറെ ആരും ഇത് കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ആരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്.